അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നെയ്യാർ ഡാമിൻ്റെ സമഗ്ര പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ജലസേചന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു നെയ്യാർ ഡാം സ്വിമ്മിംഗ് പൂൾ. ഇന്നിപ്പോൾ ആ സ്വിമ്മിംഗ് പൂൾ നവീകരിച്ച് നല്ല നിലയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പ്രദേശത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആണ് ഒരു മേൽനോട്ടം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടന്നതാണ് നെയ്യാർ ഡാമിലെ ചിൽഡ്രൻസ് പാർക്ക്. ആ ചിൽഡ്രൻസ് പാർക്ക് ഏറ്റവും ആധുനിക നിലവാരത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനത്തിൽ തന്നെ നവീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ പണികൾ ആരംഭിച്ച് അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. നെയ്യാർ ഡാം ഗാർഡൻ അടക്കം പരമാവധി മെച്ചപ്പെടുത്തി ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് പരമാവധി കാഴ്ചകൾ, നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കാനുള്ള പ്രവർത്തനമാണ് നെയ്യാർ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് നെയ്യാർ ഡാം അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നന്നായി നടന്നു വരുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ വർഷം മുതൽ 2025 മുതൽ ക്രിസ്മസ് ആഘോഷവും നെയ്യാർ ഡാമിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഇറിഗേഷൻ വകുപ്പും ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും എല്ലാം വിവിധ വകുപ്പുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. ഇന്നിപ്പോൾ വരുന്ന ദിവസങ്ങൾ ബക്രീദിൻ്റെ പെരുന്നാളിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. അതുമാത്രമല്ല, അവധിക്കാലം നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഈ അവധിക്കാലം ആസ്വദിക്കുന്നതിന് സ്വാഭാവികമായി അവധിക്കാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് ഈ 15 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നെയ്യാർ ഡാം സന്ദർശിക്കുന്ന നമ്മുടെ ജില്ലയിലും മറ്റ് ജില്ലകളിലുമുള്ള ഒരുപക്ഷെ തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരി ജില്ലയിൽ നിന്നടക്കം വരുന്ന കുട്ടികൾക്ക്, വിനോദസഞ്ചാരികൾക്ക് നെയ്യാർ ഡാമിൽ നയനമനോഹരമായ ചില കാഴ്ചകൾ ഒരുക്കുന്നതിനാണ് ഇക്കുറി ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുൻകൈയെടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി 15 ദിവസം സമ്മർ ഫെസ്റ്റ് 2026 എന്ന പേരിൽ ഒരു ആഘോഷ പരിപാടി 15-ാം തീയതി വൈകുന്നേരം ആരംഭിച്ച് 31-ാം തീയതി സമാപിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പാറശാല നിയുക്ത MLA ശ്രീ CK ഹരീന്ദ്രൻ 15-ാം തീയതി വൈകുന്നേരം ഈ ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും. അമ്യൂസ്മെൻറ്റ് പാർക്ക്, പെറ്റ് ഷോ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നെയ്യാർ ഡാമിൽ എത്തിച്ചേരുന്നവർക്ക് ആസ്വദിക്കാൻ ആവശ്യമായ ദിവസങ്ങളാണ് ക്രമീകരിക്കുന്നത്. അതുപോലെ 26, 27, 28 തീയതികളിൽ 3 ദിവസങ്ങളിലായി കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും ഉൾപ്പെടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. 27-ന് ദഫ്മുട്ട് മത്സരവും അതുപോലെ മാപ്പിളപ്പാട്ട് മത്സരവും സംഘടിപ്പിക്കുന്നു. വിവിധ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും 27-ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ആസ്വാദകർക്ക് വേണ്ടി IPLൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ 29-ാം തീയതിയും ഫൈനൽ മത്സരങ്ങൾ 31-ാം തീയതിയും ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഈ നെയ്യാർ ഡാമിൽ വന്ന് ഈ സമ്മർ ഫെസ്റ്റ് ആസ്വദിക്കാൻ ആവശ്യമായിട്ടുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഇതിനാവശ്യമായ സംഘാടക സമിതി യോഗം രൂപീകരിച്ച് അതിൻ്റെ സംഘാടക സമിതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് ഇക്കുറി ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എല്ലാവരും നെയ്യാർ ഡാമിലേക്ക് വരിക, ഈ ദിവസങ്ങൾ ആസ്വദിക്കുക. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ യശസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ നെയ്യാർ ഡാമിലേക്ക് സവിനയം ക്ഷണിക്കുകയാണ്.